അങ്ങനെ റമദാനും കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു. എത്ര പെട്ടെന്നാലേ ടൈം പോയത്. പിന്നെ ഇപ്രാവശ്യം ഇവിടെ വിൻ്റർ ടൈമിനായിരുന്നു നോമ്പ്, അതുകൊണ്ട് ടൈം പെട്ടെന്ന് പോയി. ഈ വെസ്റ്റേൺ കൺട്രീസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ടൈം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവും. വിൻ്റർ ടൈം, സമ്മർ ടൈം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അത് വഴിയെ പറയാം. ഇപ്പം നമുക്കൊരു ചിക്കൻ മന്തി ഉണ്ടാക്കി നോക്കിയാലോ. പിന്നെ ഈ മന്തി നോർമൽ മന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ള മന്തി അധികം ഇഷ്ടമല്ല. അത് കാരണം ഞാൻ എൻ്റെ വക എക്സ്ട്രാ സ്പൈസസും അതുപോലെ പല വീഡിയോസിൽ നിന്നുള്ളൊരു ഫ്യൂഷനും ആഡ് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ മന്തി റെസിപ്പിയാണ്. എടോ, ഈ മന്തിക്ക് ചിക്കനും റൈസും കുക്കാവുന്ന ആ ഒരു ടൈം മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിന് ആദ്യം നമുക്ക് റൈസ് കഴുകി സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനിലോട്ട് സ്പൈസസ് ലൈക്ക് പട്ട, ഗ്രാമ്പൂ സംഭവങ്ങൾ, ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സും ഹോം മെയ്ഡ് മന്തി മസാല മിക്സും സാഫ്രൻ ആൻഡ് ഫുഡ് കളർ സോക്ക് ചെയ്ത് വെച്ചതും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എടോ, പിന്നെ ഈ ഡീറ്റെയിൽഡായിട്ട് വോയിസ് ഓവർ കൊടുക്കാന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് നടക്കണ പരിപാടിയല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് അതിലോട്ട് കുറച്ച് ക്യാപ്സിക്കവും ഒനിയനും ബേ ലീവ്സും ബ്ലാക്ക് ലെമണും അതുപോലെ ആവശ്യത്തിന് ഓയിലും ആഡ് ചെയ്ത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് സൈഡിൽ റൈസും കുക്ക് ചെയ്യാൻ വയ്ക്കാം. സോൾട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ റൈസിൽ, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് നേരം നന്നായി കവർ ചെയ്ത് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അതിനുശേഷം നമുക്ക് ഓപ്പൺ ആക്കി വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ചിക്കൻ നന്നായി കുക്കായതിനു ശേഷം ചിക്കനും അതുപോലെ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വയ്ക്കാം. അതിലോട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഈ ഗ്രേവിയും അതുപോലെ കുറച്ച് ഫുഡ് കളറും സാഫ്രണും അതുപോലെ ഫുഡ് കളർ മിക്സും ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ലെയർ റൈസ് ഇടുക. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ചിക്കനും വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്മോക്ക് ചെയ്തെടുക്കുക കേട്ടോ. സ്മോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അവർ എക്സ്ട്രാ സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് സ്മോക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഫുഡ് കളറെല്ലാം ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കില്ലല്ലോ അല്ലേ.